അപ്പോൾ ആമീസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വയനാട്. ഞാൻ വയനാടാണെന്നറിയാം. ഇതിനു മുമ്പ് പല വീഡിയോകളും നേഴ്സറി ചില സമയങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് വേറൊരു വീഡിയോ കൂടി ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഗ്രോ ബാഗിൽ ഇഞ്ചി ചെയ്തിട്ടുണ്ട്. മുൻപ് പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്രോ ബാഗിൽ ഇഞ്ചി, ഡ്രമ്മിൽ മാവ്, അതൊക്കെ ചെയ്യുന്നതിനൊരു കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ കാർഷിക സമൂഹം, കാർഷിക മേഖലകൾ, നമ്മളുടെ വീടുകൾ എല്ലാം സ്ഥലപരിധികൾ മൂലം ബുദ്ധിമുട്ടുന്ന ഒരു കാലമാണുള്ളത്. അപ്പോൾ ഈ സ്ഥലപരിധികൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എങ്ങനെ മാറി ചിന്തിക്കാം എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രോ ബാഗിൽ ഇഞ്ചി, ഡ്രമ്മിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ചെയ്തത് ഇതാണ്. കാപ്പി ഇത് കാപ്പിയാണ്. സാധാരണ ആളുകൾക്ക്, സ്ഥലപരിധിയുള്ള ആളുകൾക്ക് കാപ്പി 20-20 ഗ്രോ ബാഗാണിത്. ഈ ഗ്രോ ബാഗിനകത്ത് വെച്ചിരിക്കുന്ന കാപ്പിയാണിത്. ഇത് കഴിഞ്ഞ വർഷം, ഒരു വർഷം പ്രായമുള്ള തൈ കഴിഞ്ഞ വർഷത്തിൽ, അതായത് 2024 ഒരു ജൂലൈ മാസത്തിൽ കവറിൽ വെച്ചതാണിത്. ആ കവറിൽ വെച്ച കോഫിയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇത് നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട്. നല്ല പൂവ്, ഇതിനകത്ത് നല്ല പൂക്കൾ വന്നിട്ടുണ്ട്. അത് ഒരു നല്ല ഒരു രീതിയിലേക്ക് ഇതിനെ നമുക്ക് കാണുന്നുണ്ട്. അത്യാവശ്യം ഒരു 1 ഇയർ, അതായത് 2 വർഷം പ്രായമുള്ളതാണ് ഈ കോഫി. ഇപ്പോൾ 2 വർഷമാണ് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രായം ഉണ്ടാവുക. അപ്പോഴേക്കും ഇതെല്ലാ ഇതിലും നല്ല പൂത്ത് നല്ല വൃത്തിയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, ആളുകൾക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്തകൾ. അപ്പോൾ വീടുകൾ, ഇപ്പോൾ ടെറസിൻ്റെ മേലെയാണെങ്കിലും അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്താണെങ്കിലും വീടിൻ്റെ സൈഡിലാണെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലമുള്ളവർക്കൊക്കെ ഒരു 10 കാപ്പിച്ചെടിയോ ഇഞ്ചി ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗ്രോ ബാഗ് നമുക്ക് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഇനിയും മണ്ണ് സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണുകളൊക്കെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാപ്പി ചെടികൾക്കാണെങ്കിൽ വലിയ വിലകളില്ല. ചെറിയ തൈകൾ ഒക്കെ മേടിച്ച് ഓൺലൈനിലോ സംവിധാനങ്ങളിലൊക്കെ മേടിച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ആണ്. ഇനി ഒന്നുമില്ല ഇതിനകത്ത്, പിന്നെ പൂത്തില്ല അല്ലെങ്കിൽ കായ്കൾ വന്നില്ലെങ്കിൽ പോലും ഇത് ഒരു മനോഹരമായിട്ടൊരു ഭംഗിയായിട്ടൊരു പച്ചപ്പോട് കൂടിയിട്ടൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു സംവിധാനങ്ങൾ കൂടിയാണിത്. ഇത് കുറച്ചൊരു 4 അടി, ഇത് ഒരടിയും കൂടെയൊക്കെ ഹൈറ്റ് വന്നതിന് ശേഷം ഒന്ന് കൊമ്പ് നുള്ളി കൊടുത്തൊരു ഡാർഫൊക്കെ ആയി ഒരു മുറ്റത്തൊക്കെ വളരെ ഭംഗിയോടുകൂടി വെക്കാൻ സാധിക്കും. ഒരു 2, 3, 4 വർഷം കഴിയുമ്പോൾ ഈ ഗ്രോ ബാഗ് മാറ്റി ഒരു പുതിയ, ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ള ഗ്രോ ബാഗിലേക്ക് ഇത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഗുണകരമായ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പം ആളുകൾക്ക് എന്താ പിന്നെ ഇത് അല്ലേ, കഴിഞ്ഞ വർഷം നമ്മൾ നീയും കൂടെ വെച്ചെന്ന് തോന്നുന്നു അല്ലേ, കഴിഞ്ഞ വർഷം. അപ്പം നല്ല പൂക്കൾ വന്നില്ലേ? അപ്പോൾ എന്താ മോൾക്ക് പറയാനുള്ളത്? അപ്പോൾ പറഞ്ഞാലേ, ഇത് ഞാനും അപ്പയും കൂടെ കഴിഞ്ഞ പ്രാവശ്യം നട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ. സാധാരണ ഞാൻ ഗ്രോ ബാഗിൽ കാപ്പി ഉണ്ടാവുന്ന കണ്ടിട്ടില്ല, പറമ്പിലേക്ക് ഉണ്ടാവുന്ന കണ്ടിട്ടുള്ളൂ. ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ കൃഷിയായിരിക്കണം നമ്മുടെ ലഹരി. അപ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കൃഷിത്തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും നമ്മൾ തന്നെ ആരംഭിക്കണം. ഞാൻ ആരംഭിച്ചു, നിങ്ങൾ ആരംഭിച്ചോ? അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതേപോലെ ഉള്ള ഗ്രോ ബാഗുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ തോട്ടങ്ങളിലേക്ക് നട്ടുകൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല എൻക്വയറികളും നമുക്ക് വന്നതിൻ്റെ വെളിച്ചത്തിൽ തോട്ടങ്ങളിൽ പോയിട്ട് ഫ്രൂട്ട്സ് തൈകൾ, നല്ല തൈകൾ നട്ടുകൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ആമീസ് ഗാർഡൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു തോട്ടം പോയി കാണുകയും അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ മെയിൻ്റനൻസ് അടക്കമുള്ള ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ് നമുക്കിവിടെയുള്ള ഒരു സിസ്റ്റം. നമ്മളുടെ ഒരു BSc അഗ്രി കഴിഞ്ഞ ഒരു അഗ്രോണമിസ്റ്റ് ഉണ്ട്. അവരുടെ കൃത്യമായ വിസിറ്റിങ്ങും രീതികളും അവരുടെ വളപ്രയോഗങ്ങളും കൃത്യമായി അവരിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു സംവിധാനം കൂടെ നമുക്ക് നമ്മളുടെ നഴ്സറിയിലുണ്ട്. അപ്പം തോട്ടങ്ങൾ പിടിപ്പിക്കേണ്ട ആളുകൾക്ക് പൊടിത്തൈകളും ഫ്രൂട്ട്സ് തൈകളും ഇങ്ങനെയൊക്കെ തൈകളൊക്കെ നട്ടു തരേണ്ട ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് കൃത്യമായ തോട്ടം കണ്ട് അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഒരു തോട്ടം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ഫലപ്രാപ്തി വരെ കൊണ്ട് നടക്കുന്ന ഒരു മാനേജിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ്
ഞങ്ങളിത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആമീസ് ഗാർഡനിനെ സമീപിക്കാം, വിളിക്കാം. ഞങ്ങൾക്ക് അത് ചെയ്തു തരാനായിട്ട് സാധിക്കുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗ്രോ ബാഗ് സിസ്റ്റം കൂടുതലായിട്ട് നമുക്കിനിയും കൊണ്ടുവരാനുണ്ട് പല സാധനങ്ങളിൽ പോലും. ഇപ്പോൾ കാപ്പി, നിങ്ങൾ എല്ലാവരും തോട്ടങ്ങളിലാണ് കാപ്പികൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇത് നല്ല രീതിയിലുള്ള കാപ്പി എല്ലാത്തിലും, കഴിഞ്ഞ വർഷത്തെ കാപ്പിയാണ്, എല്ലാത്തിലും നല്ല പൂ വിരിഞ്ഞ് ഇത് പുറത്തിരുന്നാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ടാണ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തു വെച്ചത്. അപ്പോൾ ഇന്ന് പുതിയ കോഫിയുടെ ലോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അത് വാങ്ങാവുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളപ്പം ഇത് കണ്ടപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ശരിക്കും ഞാനിത് നമ്മളുടെ ഇവിടെ വന്നപ്പം ബാക്കി വന്നതിനകത്ത് കുറച്ച് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് എങ്ങനെ വരുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. പക്ഷേ അത് ഞാനൊക്കെ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു വിളവിലേക്ക്, നല്ലൊരു പ്രോഗ്രസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ വർഷം തന്നെ എല്ലാത്തിലും പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥലപരിധിയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ് ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗ്രോ ബാഗിൻ്റെ പുതിയൊരു അപ്ഡേഷൻ.